പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി അറിയിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5-6 തിരുവചനങ്ങളാണ്. ഈ സുപരിചിതമായ വേദഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ധ്യാന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, പ്രായോഗികമായ ജീവിതത്തിൽ ചേർത്ത് വെച്ച് ചിന്തിക്കുവാനും ഇന്നത്തെ ശുശ്രൂഷ കഴിയുന്നതിന് മുൻപായി നമുക്കെല്ലാവർക്കും ഒരു പുതിയ തീരുമാനം, ഒരു സമർപ്പണം, ദൈവത്തിലുള്ളതായ ആ കമ്മിറ്റ്മെൻറ്റ്, ഉടമ്പടി ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ സാഹചര്യമെല്ലാം നമുക്കറിയാം. യേശുതമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇതാ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ്. തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിന് മുൻപ് അവിടെ പറയുന്നുണ്ട്, ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കുന്ന തോമാസ്, മറ്റ് ചില ശിഷ്യന്മാരെല്ലാം അവിടെ ഒത്തുകൂടുകയാണ്. ഈ ശീമോൻ പത്രോസ് അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ശീമോൻ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് കേട്ടോ, ഞാൻ പഴയ പണിയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ സഹശിഷ്യന്മാർ പറഞ്ഞു, എന്നാൽ ഞങ്ങളും കൂടെ പോരാം എന്ന് പറഞ്ഞ് മീൻ പിടിക്കാൻ പോയി പടകിറക്കി. അവിടെ പറയുന്നു, ആ രാത്രിയിൽ അവർ ഒത്തിരി നേരം വല വീശി, പക്ഷേ ഒരു മീൻ പോലും കിട്ടിയില്ല. പുലർച്ചെയായപ്പോൾ യേശുതമ്പുരാൻ കരയിൽ നിന്നിരുന്നു. പിന്നീട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നാം ആദ്യം കേട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുകൂടെ നടന്നവരായിരുന്നു ഇവരൊക്കെ. കർത്താവ് ആരാണെന്നെല്ലാം തിരിച്ചറിഞ്ഞവരാണ്. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിൽ കണ്ടവരാ. പക്ഷേ കർത്താവിൻ്റെ മരണം അവരെ ഒത്തിരി പേടിപ്പിച്ച് കളഞ്ഞു, ഭയപ്പെടുത്തി. പിന്നീട് അവർ പേടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നുണ്ട് 2 പ്രാവശ്യം. പക്ഷെ എന്നിരുന്നാൽ പോലും വിശ്വാസം ഉറച്ചിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ പഴയ പണിക്ക് പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പോയി, സഹശിഷ്യന്മാരും കൂടെ പോയി. പക്ഷെ നാം കാണുന്നത്, പോയിട്ട് എന്താ പറ്റിയത്? മീൻ പിടിക്കാൻ പോയി, എത്രയോ കാലം മീൻ പിടിച്ചവരാണ്, മുക്കുവരായിരുന്നു. പക്ഷേ ഇപ്പോൾ കർത്താവ് കൂടെയില്ലാത്തത് കൊണ്ട് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം ഒത്തിരി ആളുകൾ ഒത്തിരി സങ്കടപ്പെടുന്ന കാര്യം, ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല, പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല. എന്തേ കാരണം? ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരിക്കാൻ കേട്ടോ. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കർത്താവ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ ഒരിക്കലേറെ വിഷമിച്ചിരിക്കുന്ന സമയം. കാരണം അമേരിക്കൻ ഐക്യനാടുകളിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഏറെ വിഷമമായിരിക്കുക. നമുക്കറിയാം, അമേരിക്ക കണ്ട ഏറ്റവും ദൈവാശ്രയമുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൺ. പിതാവ് കുഞ്ഞിതിലെ, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ മരിച്ചുപോയി. വിധവയായ അമ്മ ഈ മകനെ വളർത്തിയെടുത്തത് ദൈവത്തിലുള്ളതായ വിശ്വാസത്തിലൂടെ എല്ലാമാണ് വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ പലവട്ടം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും അവസാനം ജയിച്ചു. അങ്ങനെ ദൈവത്തിൽ ആശ്രയമുള്ള ആ പ്രസിഡന്റ് തൻ്റെ നാട്ടിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷമത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ സമയത്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കടന്നു ചെല്ലുകയാണ്. ഈ ഉദ്യോഗസ്ഥനറിയാം ദൈവത്തെ അറിയുന്ന ഒരു പ്രസിഡൻ്റാണ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ, എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഈ യുദ്ധം നമ്മൾ തന്നെ ജയിക്കും, കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞത് വളരെ മനോഹരമായ വാക്കുകളാണ്. ഇത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ട് എബ്രഹാം ലിങ്കൺ മറുപടി പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ നാം ദൈവത്തോട് കൂടെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് എബ്രഹാം ലിങ്കൺ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ,
നാം ചിന്തിക്കണം. നമ്മൾ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്, സുവിശേഷ യോഗങ്ങൾ മുൻപന്തിയിലാണ്, ഹല്ലേലൂയ പറയുന്നുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്. 23-ാം സങ്കീർത്തനം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നല്ലത് തന്നെ. എബ്രായ ലേഖനം 13:8 പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതിൻ്റെ അർത്ഥം എന്താണ്? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. ഹി ഈസ് വെരി സെയിം അൺചേഞ്ചിങ് ജീസസ് എന്ന് പറഞ്ഞാൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലാസറെ എന്ന് പുറത്തു വരിക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലാസറിന് ജീവൻ കൊടുത്തവനായ നമ്മുടെ പൊന്നേശു തമ്പുരാൻ, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ ഉറപ്പിച്ചവനായ അതേ യേശു തമ്പുരാൻ, യൈറോസിൻ്റെ മകൾ ഉറപ്പിച്ചവനായ യേശു തമ്പുരാൻ, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയവനായ കർത്താവ്, 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചവനായ യേശു 5000 പരിപോഷിപ്പിച്ചവനായ കർത്താവ്, 38 കൊല്ലക്കാലം ബേഥേസ്ത കുളക്കരയിൽ തളർവാദ രോഗം പിടിച്ചു കിടന്ന തളർവാദ രോഗി സൗഖ്യമാക്കിയവനായ കർത്താവ്, മുടന്തനെ സൗഖ്യമാക്കിയവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, അനേകം അത്ഭുതങ്ങളും അടയാളം ചെയ്തവനായ നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത ദൈവമാണ്. അവൻ പിതാവാൻ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്ന യേശു തമ്പുരാനാണ്. അവൻ ഇനിയും ഭൂമിയിലേക്ക് വരാനുള്ള കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, വാക്യത്തിൻ്റെ അർത്ഥം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ആ കർത്താവ് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഈ മുറിയിലുണ്ട്, നിങ്ങളുടെ വീടുകളിലുണ്ട്, നമ്മുടെ പള്ളികളിലുണ്ട്, ചാപ്പലുകളിലുണ്ട്, ഓഫീസിലുണ്ട്, ജോലിസ്ഥലത്ത് എല്ലായിടത്തുമുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. പക്ഷേ നാം ചിന്തിക്കേണ്ട കാര്യം ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെയാണോ? കർത്താവ് എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ കരം വിടുവിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ആരാ ഉള്ളത്? എൻ്റെ സഹോദരങ്ങളെ, നാം അതാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താ? കർത്താവിൽ നിന്ന് അകന്നുകൊണ്ട് പഴയ പണിക്ക് പോയതായ ആ ശിഷ്യന്മാർ അറിയാവുന്ന പണി ചെയ്തു, പണ്ടിഷ്ടം പോലെ ചെയ്തതായ ആ ജോലിയെ ചെയ്ത് മീൻ പിടിച്ചു, പക്ഷേ ഒരു മീൻ പോലും കിട്ടിയില്ല. ഒത്തിരി അധ്വാനിച്ചു. ഇതുപോലെ നമുക്കൊത്തിരി ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നത്, പക്ഷേ അതിന് പ്രയോജനമുണ്ടാകുന്നില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ കൂടെയല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെ ഉണ്ടാകണമോ? അതിനെന്താണ് ചെയ്യേണ്ടത്? 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ അവിടെ ഒരു കാര്യം ഇവിടെയുണ്ട്, അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആഹാബ് രാജാവ് ദുഷ്ടനായിരുന്ന രാജാവായിരുന്നു, പോരാ ഇസബേൽ രാജ്ഞി ദുഷ്ട സ്ത്രീയായിരുന്നു. അവർ ചെയ്ത പരിപാടിയെല്ലാം നമുക്കറിയാം. ദൈവജനം ദൈവത്തെ ആരാധിക്കുവാൻ സമ്മതിക്കാതെ ബാൽ വിഗ്രഹങ്ങളെയും അസേര പ്രതിഷ്ഠകളെയും ഉണ്ടാക്കി ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ രാജാവ് രാജ്ഞി നിർബന്ധിച്ചു. ജനമെല്ലാം അതിൻ്റെ പിന്നാലെ പോയി. എതിർത്തുന്ന പ്രവാചകന്മാരെ കൊല്ലുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ. അതുകൊണ്ട് തന്നെ അവിടെ മഴ പെയ്യുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. യഹോവയായ ദൈവം തമ്പുരാൻ ഏലിയാവിനെ പറഞ്ഞയക്കുന്നു, അങ്ങോട്ട് കടന്നു ചെല്ലണം, മഴ പെയ്യ്ക്കാൻ പോവുകയാണ്. ഇതെല്ലാം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ വിശദീകരിക്കുക, ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറയട്ടെ. അവിടെ എലിയ പ്രവാചകൻ തീഷ്ണതയുള്ള പ്രവാചകനാണ്. ഈ ദൈവജനം നശിക്കുന്ന കണ്ടപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ആഹാബ് രാജാവിൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഈ ജനത്തെ മുഴുവൻ, ഈ ഇസ്രായേൽ ജനത്തെയും അതുപോലെ തന്നെ ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടെല്ലാം ക്രമീകരിക്കുന്നു, പറയുന്നു. എന്തായാലും ആഹാബ് പറഞ്ഞനുസരിച്ച് ജനമെല്ലാം കൂടി വരുന്നുണ്ട്. അവിടെ എലിയ പ്രവാചകൻ പ്രസംഗം ആരംഭിച്ചു, ദൈവത്തിന് വചനം പറയാൻ തുടങ്ങുകയാണ്. പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 20-21 വാക്യങ്ങൾ പറയുകയാണ്. അപ്പോൾ എലിയ പ്രവാചകൻ സർവ്വജനത്തോടും പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് ചവിട്ടി മുന്നോട്ട് പോകും. ഒന്നുകിൽ യഹോവയാണ് സത്യദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്ക്, അല്ലെങ്കിൽ ബാൽ ആണ് സത്യദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്ക്. 2 ആരാധന വേണ്ട, 2 തോണിൽ കാല് ചവിട്ടണ്ട എന്ന് ശക്തമായി ഉറക്കെ ദൈവത്തിൻ്റെ വചനം എലിയ പ്രവാചകൻ പ്രസംഗിക്കാൻ തുടങ്ങി. ജനമത് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നീട് പ്രവാചകൻ പറയുക, സത്യദൈവം ആരാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ബാലൻ്റെ പ്രവാചകന്മാരെ, നിങ്ങൾ 450 പേരുണ്ട്, നിങ്ങൾ യാഗപീഠം തയ്യാറാക്ക്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങളുടെ ദൈവം സത്യദൈവമാണെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറക്കി വന്ന് നിങ്ങളുടെ യാഗപീഠം ദഹിപ്പിച്ച് കളയും എന്ന് പറഞ്ഞു. അവർ സന്തോഷമായി. 450 പേരുണ്ടല്ലോ, യാഗപീഠം തയ്യാറാക്കി, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അവർ ഉറക്ക നിലവിളി ആരംഭിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ അവർക്ക് എന്തെല്ലാം പറ്റാം ആ രീതിയിലെല്ലാം ബാലെന്ന ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. പക്ഷേ ആകാശത്ത് തീ ഇറങ്ങിയില്ല. കാരണം ബാൽ സത്യദൈവമല്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് ദൈവത്തിൻ്റെ ഒരേ ഒരു പ്രവാചകൻ ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്ക്
തകർന്നു കിടക്കുന്ന യഹോവയുടെ യാഗപീഠം പുതുക്കിപ്പണത് എല്ലാം ക്രമീകരിച്ചിട്ട് അവൻ സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ജനമെല്ലാം കണ്ടു നിൽക്കുന്നു, ഈ പ്രവാചകന്മാർ കണ്ടു നിൽക്കുകയാണ്. അബ്രാഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നീ സത്യദൈവമാണ് തിരിച്ചറിയുവാൻ തക്കവണ്ണം ആകാശം തീയിറക്കണമേ, യാഗപീഠം ദഹിപ്പിച്ചു കളയണമേ എന്ന് ഏലിയാ പ്രവചൻ ശക്തമായി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം തമ്പുരാൻ ഏലിയാവിൻ്റെ നിലവിളി കേട്ടുകൊണ്ട്, പ്രാർത്ഥന കേട്ടുകൊണ്ട് ആകാശത്തിന് തീയിറക്കി ഏലിയാവിൻ്റെ യാഗപീഠം ദഹിപ്പിച്ചു കളഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി ഏലിയാവിൻ്റെ ദൈവമാണ് സത്യ ദൈവം എന്ന്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഈ ജനമെല്ലാം ദൈവത്തെ വിശ്വസിക്കുവാൻ മടങ്ങി വരുവാനിടയായ കാരണം ഏലിയാ പ്രവാചകൻ ശക്തമായി പ്രസംഗിച്ചു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് ചവിട്ടി മുന്നോട്ട് പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം തിരിച്ചറിയണം, ഞാനിപ്പോൾ ഏത് തോണിയിലാണ് കാല് ചവിട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ പ്രിയപ്പെട്ട, എനിക്ക് പറയുവാനുള്ളത്, നമ്മളൊരു ദേവാലയത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യേശുവിൻ്റെ തോണിയിലാണ് കാല് ചവിട്ടി വെച്ചിരിക്കുന്നത്. കാരണം അപ്പോൾ ദുഷ്ചിന്തകളില്ല, അരുതാത്ത കാര്യങ്ങളൊന്നുമില്ല. കർത്താവിൻ്റെ കൂടെയാണ്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു സുവിശേഷ യോഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ കർത്താവിൻ്റെ തോണിയിലാണ് കാല് ചവിട്ടിയിരിക്കുന്നത്. മറ്റ് ചിന്തകളൊന്നും നമ്മളെ ഭരിക്കുന്നില്ല. എന്നാൽ നമ്മളെപ്പോഴും ദേവാലയത്തിലല്ല, എപ്പോഴും നമ്മൾ സുവിശേഷ യോഗത്തിലല്ല ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടിയേ മതിയാവും. സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, പഠിക്കാൻ പോകണം, ഹോസ്റ്റലിലായിരിക്കണം, പാടത്തും പറമ്പിൽ പണി ചെയ്യണം, കച്ചവടം ചെയ്യാൻ പോകണം, ജോലിക്ക് പോകണം, ഓഫീസിൽ പോകണം, വണ്ടിയിൽ യാത്ര ചെയ്യണം. ഇവിടെയൊക്കെ നമ്മൾ ഏത് തോണിയിലാണ് കാല് ചവിട്ടുന്നത്? അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 16-17 വാക്യങ്ങൾ. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവർ ഇരുവരും ഒരു ദേഹമായി തീരും. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ വിശദീകരിക്കുന്നില്ല. വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ് കേട്ടോ, നമ്മളെങ്ങനെയാകണം? നമ്മൾ കർത്താവിനോട് പറ്റിച്ചേരുന്ന മക്കളായി മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സ്ഥിരമായി സുവിശേഷം പ്രസംഗിക്കുന്നതും കേൾക്കുന്നവരുമാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ പൈതലാണ്, നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ പിശാച് പ്രലോഭനങ്ങളുമായി കടന്നു വരും. നമ്മൾ അതിലേക്ക് വീണു പോവുകയും അരുതാത്ത വഴികളിലൂടെ പോകുന്നു, അരുതാത്ത് കാണുന്നു, അരുതാത്ത് കുടിക്കുന്നു, അരുതാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു. അപ്പോഴൊക്കെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെയ്യുന്നത്, നമ്മൾ പിശാചിനോട് പറ്റിച്ചേരുന്ന ഒരു വലിയ ദുരവസ്ഥയിലേക്ക് പോകുന്നു. പിശാച് നമ്മളെ മാടി വിളിക്കും, നമ്മൾ കെണിയിൽ പെട്ടു പോകുകയാണ്. പിശാച് നമ്മെ കൊണ്ട് സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പോയാൽ എന്താ അവസ്ഥ? നമ്മൾ ജീവിതയാത്ര പിശാചിൻ്റെ കൂടെയാണ്, കർത്താവ് കൂടെയില്ല. മറിച്ച് നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറണമെങ്കിൽ, അവൻ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, നമ്മൾ നല്ല ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവരായി മാറണം. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൽ പ്രലോഭനങ്ങൾ പിശാച് കൊണ്ടുവരുമ്പോൾ ദുർനടപ്പ് വിട്ടോടുന്നവരായി നമ്മൾ മാറുന്നത്. നമ്മുടെ സൂത്താറ പ്രാർത്ഥനയിൽ മോർ അപ്രൈം പിതാവിൻ്റെ ആ കീർത്തനം, ആ മെമ്മറയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, കർത്താവെ കൃപ ചെയ്യണമേ എന്നുള്ള തുടങ്ങുന്നതായ ആ പ്രാർത്ഥനാ ഭാഗം, നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്നറിയപ്പെടുന്ന വിശുദ്ധനായ മോർ അപ്രൈം പിതാവ് എഴുതിയതായ, പരിശുദ്ധാത്മ നിറവിൽ ക്രമീകരിച്ചതായ അനുതാപത്തിന് ഒത്തിരി കീർത്തനങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ, ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ, എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാനുള്ള വിചാരമുദിക്കരുതേ. ഒരു ദൈവവൈതൽ എങ്ങനെയായിരിക്കണം? ദുർനടപ്പ് വിട്ട് ഓടുന്നവനായി മാറണം. നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാത്തു പരിപാലിക്കണമേ എന്ന്. ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതായ വൈദികർക്ക് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കലിങ്കിൽ പോയിരിക്കരുത്, റോഡ് സൈഡിലുള്ളതായ കലിങ്കിൽ പോയിരിക്കരുത്, കവലയിൽ പോയിരിക്കരുത്. ചീത്ത കൂട്ടുകെട്ടുകൾ വരുവാൻ ഇടയാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുവാൻ, പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുവാൻ റോഡ് സൈഡിലുള്ളതായ കലിങ്കിൽ പോയിരിക്കണമെന്നില്ല, കവലയിൽ പോയിരിക്കണമെന്നില്ല. മറിച്ച് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരുന്നാൽ മതി, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഈ പറയുന്നതായ സോഷ്യൽ മീഡിയ സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗമാണ്. ഈ നാളുകളിൽ എത്രയോ വ്യക്തി ജീവിതങ്ങളെ, കുടുംബജീവിതങ്ങളെ പരിചയപ്പെട്ടു. തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, യുവതി യുവാക്കൾ തകർന്നു പോകുന്നു, അരുതാത്ത വഴികളിലൂടെ പോകുന്നു. കാരണം എന്താ പ്രിയപ്പെട്ടവരെ? അരുതാത്ത ഈ കാഴ്ചകളാണ്. നാം തിരിച്ചറിയണം, അത് പിശാചിൻ്റെ വലിയ പ്രലോഭനമാണ്. ദാവീദ് രാജാവ് ആ അഭിഷിക്തൻ വീണുപോയി നമുക്കറിയാം. ഒരു നോട്ടം നോക്കി സ്വാഭാവികം. പക്ഷേ വീണ്ടും നോക്കണമായിരുന്നു. താൻ അഭിഷിക്തനാണ്, പക്ഷെ വീണ്ടും നോക്കി എന്തെല്ലാം തെറ്റുകളിലേക്ക് പോയി. ആ ബേർശബയുടെ ഭർത്താവിനെ കൂട്ടിവരുത്തി. പ്രിയപ്പെട്ടവരെ, ആ ഊരിയാവിനെ മദ്യം കഴിക്കുവാൻ പ്രലോഭിപ്പിച്ചു, തെറ്റ്. മദ്യം കുടിപ്പിച്ചു, വീണ്ടും തെറ്റ് ചെയ്യുകയാണ്. പോരാ, വീണ്ടും അവനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തി. പോരാ, അവനെ കൊലപാതകം ചെയ്തു. വീണ്ടും ആ സ്ത്രീയെ സ്വന്തമാക്കി. പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് ദാവീദ് രാജാവ് വീണുപോയി. ഇന്നും ഇതുപോലെ ആധുനിക കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ വീണുപോകുന്നു. പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, നമ്മുടെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും വാട്സാപ്പും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം വിശുദ്ധിയുള്ളതാക്കി തീർത്തേ മതിയാകൂ. ഇല്ല എങ്കിൽ നാം തിരിച്ചറിയണം, നാം സഞ്ചരിക്കുന്നത് പിശാചിൻ്റെ തോണിയിൽ കാല് ചവിട്ടി തന്നെയാ. കർത്താവ് അനുഗ്രഹിക്കുകയില്ല. കർത്താവ് കൂടെയുണ്ട്, പക്ഷേ നാം കർത്താവിൻ്റെ കൂടെയല്ല. പ്രിയപ്പെട്ടവരെ, ആ ശിഷ്യന്മാരെ പോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം അധ്വാനിച്ചാലും നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല. പോരാ, വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതുകളെ നീ കാത്തു പരിപാലിക്കണം. അരുതാത്ത വർത്തമാനം കേൾക്കാൻ നിൽക്കണ്ട. വീണ്ടും പറയുകയാണ്, ഇതാ എന്നെ അധരങ്ങൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. നമ്മുടെ ജീവിതയാത്രയിൽ പ്രിയപ്പെട്ടവരെ, അധരങ്ങളെയും നാവുകളെയും നിയന്ത്രിച്ചേ മതിയാകൂ. നമുക്ക് കർത്താവിന് ഇഷ്ടമില്ലാത്ത സംസാരം വേണ്ടെന്ന് വെക്കണം. നമ്മൾ സ്തോത്രം പറഞ്ഞിട്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു പള്ളിയിൽ പോയി നീട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നാം ആയിരിക്കുന്ന മേഖലകൾ ചീത്ത വിളിച്ചാൽ, അനാവശ്യ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്നത്, ഒരേ നാവിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവാക്കുകളും പുറപ്പെടുന്ന മക്കളെ ഇത് നല്ലതല്ല എന്ന്. വീണ്ടും ഇവിടെ പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്, എന്നുള്ളിൽ ദോഷം ചെയ്യുവാനുള്ള ഒരു വിചാരം പോലും ഉദിക്കരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നുവെന്ന്. ദോഷം വിട്ടകലുന്നവനായിരുന്നു. 4 സവിശേഷതകൾ അവനുണ്ടായിരുന്നുവല്ലോ. നമുക്ക് എന്ത് സവിശേഷതയുള്ളത്? ഒരു സവിശേഷതയുണ്ട്, ദൈവഭക്തനാണ്, പക്ഷേ അല്ലെങ്കിൽ ഭക്തയാണ്, പക്ഷേ ദോഷം വിട്ടകലുവാൻ ആഗ്രഹമില്ല, നേരുള്ളവനായി ജീവിക്കുന്നില്ല, നിഷ്കളങ്കനായി ജീവിക്കുന്നില്ല. സഹോദരങ്ങളെ, ഒരു തീരുമാനമെടുക്കുവാൻ നമുക്കാകുമോ? ആ പിതാക്കന്മാർ പ്രാർത്ഥിച്ചപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ, എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാനുള്ള വിചാരമുദിക്കരുതേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന്. സഹോദര സഹോദരി, ഇന്ന് തീരുമാനമെടുക്കണം. കർത്താവിനോട് പറ്റിച്ചേരുന്നവനായി ഞാൻ മാറിയാൽ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അവൻ അബ്രാഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം തിരിച്ചറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തിരുത്തൽ നടത്തണം, ഒരു മാറ്റം വരുത്തണം, എങ്കിലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഇതാ വീണ്ടും അവിടെ കാണുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ മടങ്ങി വരുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലതുഭാഗത്ത് വല വീശുവാൻ പറഞ്ഞു. വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടുകയാണ്.
കടലിൽ നിന്ന് വലിച്ച് കയറ്റാൻ വയ്യാത്ത വിധത്തിൽ വലിയ ഭാരം അനുഭവപ്പെടുന്നുണ്ട്. പിന്നീട് ആ സുവിശേഷത്തിൽ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ 21-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവാൻ കർത്താവ് കരയിൽ നിന്ന് കൽപ്പിക്കുമ്പോൾ അവർ പടക അടുപ്പിച്ചിട്ട് ആ വലയെല്ലാം വലിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് 153 മീനുകൾ കിട്ടുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അത്രയും മീൻ കിട്ടിയിട്ട് പോലും ആ വല കീറിപ്പോയിട്ടില്ല എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് അനുസരിച്ച് അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രതിഫലം കിട്ടുകയാണ്. രാത്രി ഒറ്റയ്ക്ക് കർത്താവ് കൂടെയില്ല അധ്വാനിച്ചപ്പോൾ ഒരു മീൻ പോലും കിട്ടിയില്ല. പക്ഷേ കർത്താവ് അവിടെ വന്നു, കർത്താവ് സംസാരിച്ചു, യേശുതമ്പുരാൻ ഇടപെട്ടു. കർത്താവിൻ്റെ കൽപ്പന അവർ പാലിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടുകയായിരുന്നു. വലിയ അനുഗ്രഹം അവിടെ നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടത് തന്നെയാണ്, കർത്താവ് കൂടെയില്ലാതെ അധ്വാനിച്ചാൽ പ്രയോജനമില്ല. എന്നാൽ യേശുതമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ നാം അധ്വാനിക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജീവിതയാത്ര അനുഗ്രഹിക്കപ്പെടും, നമ്മൾ കാലുകുത്തുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതെല്ലാം സത്യമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം തിരിച്ചറിയേണ്ടത്, ഈ നാളുകളിൽ ഞാൻ ഏതെങ്കിലും തരത്തിൽ ആ പത്രോസും സഹശിഷ്യന്മാരും ഇതാ പഴയ ജീവിതത്തിലേക്ക് പോയതുപോലെ ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞിട്ട് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് അരുതാത്ത വഴിക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. 2 പത്രോസ് 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായയെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വായിച്ചു കേട്ടതായ വേദഭാഗം എന്നോടും നിങ്ങളോടുമാണ് സംസാരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നവരാ, വചനം കേൾക്കുന്നവരാണ്. ഏതെങ്കിലും കാരണവശാൽ ജീവിതത്തിൽ ചില സമയങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടിയവരാണ് നമ്മളൊക്കെ. എന്നാൽ തിരിച്ചറിയണം, ഈ നാളുകളിൽ ഏതൊക്കെയോ ചില കാരണങ്ങളാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവരല്ലേ നമ്മളൊക്കെ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ വചനം പറയുകയാണ്, ഇതാ കുളിച്ചിട്ട് വീണ്ടും ചെളിയിലേക്ക് പോകുന്ന ആ പന്നിയെ പോലെയൊന്നും, ഇതാ ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിൽ വീണ്ടും തിരിഞ്ഞു തിന്നുന്ന നായയെപ്പോലെ എന്നുള്ളതായ ആ പഴഞ്ചൊല്ല് പോലെയല്ലേ പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തിരിച്ചറിയണം, ഇന്ന് തീരുമാനമെടുക്കണം, ഇന്ന് സമർപ്പണമെടുക്കണം. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, നമ്പുരാൻ തെറ്റുപറ്റിപ്പോയി, ഞാൻ നിന്നെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞിട്ട് നിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ മകനും മകളുമായി ജീവിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഈ നാളുകളിൽ എൻ്റെ അവിശ്വാസം കാരണം, ജീവിതത്തിൽ സഹനങ്ങളെല്ലാം കാരണം ഞാൻ വീണ്ടും പുറകോട്ട് പോയിട്ടുണ്ട്, അരുതാത്ത പല വഴിക്കും പോയിട്ടുണ്ട്, നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് കർത്താവേ. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ വീണ്ടും ജീവിതത്തിൽ കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം തിരിച്ചറിയുക, എൻ്റെ കുടുംബം ഇന്ന് തകർച്ചയിലാണ്. നമ്മൾ പലപ്പോഴും പറയുന്നു അതിൻ്റെ കാരണം എൻ്റെ പിതാവാണ്, മാതാവാണ്, ജീവിത പങ്കാളിയാണ്, മക്കളാണ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷേ തിരിച്ചറിയണം, അല്ല, കാരണം അതൊന്നുമല്ല, എൻ്റെ കുഴപ്പമാണ്, ഞാനാണ് കാരണക്കാരൻ. ഞാൻ ഈ നാളുകളിൽ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, കർത്താവിൻ്റെ കരം വിട്ടിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിശാചിൻ്റെ തോണിയിലാണ് ഞാൻ കാല് ചവിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മടങ്ങി വരാമോ? മടങ്ങി വന്നാൽ പെരുത്ത മീൻകൂട്ടം കിട്ടാൻ പോവുകയാണ്, വലിയ അനുഗ്രഹം കിട്ടാൻ പോവുകയാണ്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാൻ പോവുകയാണ്. ആഗ്രഹമുണ്ടല്ലോ, നമ്മളും നമ്മുടെ കുടുംബങ്ങൾ നന്നായേ മതിയാകൂ, അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് തീരുമാനമെടുക്കാം. ഒരു നിമിഷം ദയവായി ഒന്ന് നമ്മൾ കണ്ണടച്ചുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോട് നമ്മുടെ തീരുമാനം പറയാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ, ഈ ധ്യാനചിന്തയിലൂടെ ഞങ്ങളുടെ ജീവിതത്തോട് നീ സംസാരിച്ചുവല്ലോ, നന്ദി പറയുന്നു അപ്പ. കർത്താവ്, ഇന്ന് ഈ വചനം കേട്ട മക്കളെല്ലാവരും ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ നാളുകളിൽ നിന്നിൽ നിന്ന് അകന്ന് ഞങ്ങൾ പിശാചിൻ്റെ തോണിയിൽ കാല് ചവിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ
ഒത്തിരി പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും സമാധാനമില്ലാതെ സങ്കടങ്ങളുമായി നെടുവീർപ്പുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ ശുശ്രൂഷ വഴിയെ ഞങ്ങൾക്ക് ബോധ്യങ്ങളായി, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. തമ്പുരാനെ, ഞങ്ങളിതാ നിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, നീ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ, ഞങ്ങളെ തള്ളിക്കളരുത് കർത്താവെ. നീ ഞങ്ങളുടെ ജീവിതമാകുന്ന പടകിലേക്കൊന്ന് എഴുന്നള്ളി വരണം കർത്താവെ. നീ പറയുന്ന പോലെ ജീവിക്കുവാൻ, നിൻ്റെ കൽപ്പന കേട്ടനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ദൈവവചനം കേട്ടുകൊണ്ട് യേശുവേ നിന്റെ തോണിയിൽ കാല് ചവിട്ടിക്കൊണ്ട് അരുതാത്തതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഈ മക്കൾ തീരുമാനമെടുക്കുമ്പോൾ യേശു തമ്പുരാനെ, ഈ മക്കളെ അങ്ങ് ചേർത്തണയ്ക്കണമേ കർത്താവേ. സങ്കടങ്ങൾ മാറ്റണമേ, സമാധാനം കൊടുക്കണമേ, ഇവിടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, നേർവഴിക്ക് നയിക്കണമേ, അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്നു കൊടുക്കണമേ, പുതിയ വഴികൾ തുറന്നു കൊടുക്കണം കർത്താവേ. എല്ലാ ഭവനങ്ങളിലും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം കൊടുക്കണം, ആനന്ദം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ജീവിതയാത്രയിൽ നിൻ്റെ കരം പിടിച്ചുകൊണ്ട് നിൻ്റെ തോണിയിൽ യാത്ര ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും കൃപയാൽ അനുഗ്രഹിക്കുമാറാകണമേ. രോഗികളെ സന്ദർശിക്കണമേ, സൗഖ്യമാക്കണം കർത്താവേ. അപകടത്തിൽ പരിക്ക് പറ്റി കിടക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, അവരെല്ലാം എഴുന്നേൽക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കുമാറാകണമേ. ആകെ ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.